വിശ്വപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കം 10 പള്ളിയോടങ്ങളാണ് ഇന്ന് വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. 56 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങിൽ ഇതിനോടകം 500-ലധികം വള്ളസദ്യ വഴിപാടായി ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, ഗായകൻ ജി വേണുഗോപാൽ തുടങ്ങിയവർ ആദ്യ ദിവസത്തെ വള്ളസദ്യയിൽ പങ്കെടുത്തു. ആറന്മുളയിൽ വഞ്ചിപ്പാട്ട് ഉയരുകയാണ്. ആറന്മുളയിലെ ഓരോ മണിക്കൂറുകളും ആറന്മുള ദേശത്തെ സംബന്ധിച്ചിടത്തോളം വഞ്ചിപ്പാട്ടിൻ്റെ, ആറന്മുള സദ്യയുടെ, ആചാര അനുഷ്ഠാനങ്ങളുടെ എല്ലാം ആ തികവിൻ്റെ നിമിഷങ്ങളിലേക്ക് മാറുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള 56 ദിവസങ്ങൾ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം, ആറന്മുള ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപവിത്രമായ ആചാര അനുഷ്ഠാന സവിശേഷതകളിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഇപ്പോൾ സദ്യാലയങ്ങളിൽ വിശിഷ്ടമായിട്ടുള്ള ആറന്മുള സദ്യ വിളമ്പി തുടങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള വിശിഷ്ടമായ പ്രത്യേക ചടങ്ങുകളിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. അതിനുശേഷം സദ്യാലയത്തിൽ എത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ വെച്ചിരുന്ന ഇലയിൽ സദ്യ വട്ടം വിഭവങ്ങൾ വിളമ്പിക്കൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സദ്യാലയത്തിലെ ഈ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു. എന്തായാലും വലിയ രീതിയിലുള്ള ചടങ്ങുകൾ, വിഭവങ്ങൾ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ, വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ വിഭവങ്ങൾ ചൊല്ലി ചോദിക്കുമ്പോൾ ഓരോ വിഭവങ്ങളും ഇലയിലേക്ക് എത്തുന്ന ആ മനോഹര കാഴ്ചയാണ് ഈ സദ്യാലയത്തിൽ നിന്നും കാണുന്നത്. 40 വിഭവങ്ങൾ ഇലയിൽ വിളമ്പി വെക്കുമ്പോൾ ബാക്കി 24 വിഭവങ്ങൾ ചൊല്ലി ചോദിക്കുകയാണ്, വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ചൊല്ലി ചോദിക്കുകയാണ്. അങ്ങനെ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ ചൊല്ലി ചോദിക്കുന്ന ഓരോ വിഭവങ്ങളും ഇലയിലേക്ക് എത്തുന്ന ആ മനോഹര കാഴ്ചകളാണ് കാണുന്നത്. ആ വിഭവങ്ങൾ ചോദിക്കുകയാണ്, ഓരോ വിഭവങ്ങളും ചോദിക്കുകയാണ്. പള്ളിയോട കരക്കാർ ഓരോ വിഭവങ്ങൾ വഴിപാടുകാരോട് ചോദിക്കുകയാണ്, വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ, താളത്തിൽ ചോദിക്കുകയാണ്. ആ വിഭവങ്ങൾ ഇലയിലെത്തുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ സദ്യാലയത്തിൽ നിന്നും കാണുന്നത്. അങ്ങനെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള, പ്രസിദ്ധി നേടിയ ആ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഇനിയുള്ള ദിനരാത്രങ്ങൾ ആറന്മുള ദേശത്ത് വഞ്ചിപ്പാട്ട് മാത്രം മുഴങ്ങും. വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ ഭക്തിസാന്ദ്രമായി മാറും. വഴിപാടുകാരെ സംബന്ധിച്ചിടത്തോളം അഭീഷ്ട വരസിദ്ധിക്ക് വേണ്ടി ഓരോ ഉപ്പ് രസത്തിലിട്ട് ആ ചിരട്ടമാങ്ങെതിരൊന്നുമില്ല. ഓരോ വിഭവങ്ങളും പള്ളിയോട കരക്കാർ വഴിപാടുകാരോട് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ചൊല്ലി ചോദിക്കുന്ന ആ കാഴ്ചയാണ്, ആ മനോഹര കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അങ്ങനെ വഞ്ചിപ്പാട്ടിൻ്റെ ഓളത്തിൽ സദ്യവട്ടങ്ങൾ, 64 കൂട്ടം സദ്യ വിഭവങ്ങൾ ആ സദ്യ ഇലയിൽ വിളമ്പുകയാണ്. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തോടൊപ്പം തന്നെ സദ്യ നുകരുകയാണ്. ആറന്മുള ഭഗവാന്റെ ആ സദ്യ, ആറന്മുള വള്ളസദ്യ നുകരുകയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും. സദ്യാലയങ്ങളെല്ലാം തന്നെ സജീവമായി തന്നെ ആറന്മുള വള്ളസദ്യയുടെ ആ മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുന്നു. വഴിപാടുകാർ വിഭവങ്ങൾ ഇലയിലേക്ക് എത്തിക്കുന്നു, വിഭവങ്ങൾ പള്ളിയോട കരക്കാർ ചൊല്ലി ചോദിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗായകൻ ജി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ സദ്യാലയത്തിൽ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഓരോ ആറന്മുള ദേശക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിശിഷ്ടതയുടെ, ഏറെ അതീവ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഓരോ ഭക്തനും എത്തുന്ന ദിനരാത്രങ്ങളായി മാറുകയാണ്. ഭക്തിയും വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള, സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ കാഴ്ചയാണ് ഓരോ സദ്യാലയങ്ങളിൽ നിന്നും കാണുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള നിരവധിയായിട്ടുള്ള ചടങ്ങുകൾ, രാവിലെ വഴിപാടുകാരൻ രാവിലെ പള്ളിയോട ക്ഷേത്രത്തിന് മുന്നിൽ നിറപറ നിറയ്ക്കുന്നതോടൊപ്പം തന്നെ തുടങ്ങുന്ന ചടങ്ങുകൾ, പിന്നീട് ക്ഷേത്രക്കടവിൽ നിന്നും പള്ളിയോട കരയിൽ നിന്നും എത്തുന്ന പള്ളിയോട കരക്കാരെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിച്ച് പിന്നീട് ഈ പള്ളിയോട കരക്കാരെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും തിരിച്ചയക്കുന്ന, വഴിപാടുകാർ തിരിച്ചയക്കുന്ന ആ ചടങ്ങ് വരെയുള്ള എത്രയോ ചടങ്ങുകൾ, വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളിലൂടെയാണ് ഈ മനോഹരമായിട്ടുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ള ആറന്മുള വള്ളസദ്യയുടെ ഓരോ ഘട്ടങ്ങളും പുരോഗമിക്കുന്നത്. എന്തായാലും ഈ സദ്യാലയങ്ങളെല്ലാം സജീവമാണ്. അവിടെ വിഭവങ്ങൾ നിറയുകയാണ്. വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ, വഞ്ചിപ്പാട്ടിൽ വിളിച്ചു ചോദിക്കുന്ന, പള്ളിയോട കരക്കാർ വിളിച്ചു ചോദിക്കുന്ന ഓരോ വിഭവങ്ങളും ഇലകളിലേക്ക് എത്തുകയാണ്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം.